രാഘവ, എത്ര നാളായിടാ നിന്നെ കണ്ടിട്ട്. വാ, കേറി വാ. ഇരിക്കടാ, വന്നിരിക്കി, വാ. മകളുടെ വീട്ടിലായിരുന്നു. ഈ വഴി വന്നപ്പോ നിന്നെ കാണാൻ വേണ്ടി വന്നതാ. എന്തൊക്കെ വിശേഷങ്ങള്? നല്ല വിശേഷം, പരമസുഖം. ഇത്ര നാളായിട്ടാ നമ്മള് കണ്ടിട്ട്. നീ സ്ഥലം മാറി പോയതിനു ശേഷം പിന്നെ നിന്നെ കുറിച്ച് ഒരു വിവരവും ഇല്ല. നിന്റെ മോളുടെ കല്യാണത്തിൽ കഴിഞ്ഞോ? പഴയ നമ്പറിലേക്കാണ് വിളിച്ചിട്ട് ഒന്നും കിട്ടണമില്ല. പ്രശ്നം കാരണം, വീട്ടിലെ പ്രശ്നം കാരണം ഒരാളെയും വിളിക്കാൻ പറ്റിയില്ലായിരുന്നു. അവിടെ എന്നെ വിളിക്കാൻ തന്നെ. നിനക്ക് എത്ര മക്കളാ? ഒറ്റ മോളുള്ളൂ. അതിനെ കല്യാണം കഴിച്ച് വിടുകയും ചെയ്തു. വരുമാനാണെങ്കിൽ എഞ്ചിനീയറാണ് എറണാകുളത്ത്. നിനക്ക് എത്ര മക്കളാ? എനിക്ക് ഒരാണും ഒരു പെണ്ണും. രണ്ടിൻ്റെയും കല്യാണം കഴിഞ്ഞു. ചെക്കൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു ടീച്ചറേനെയാണ്. മകളെ കൊണ്ടുപോയിരിക്കുന്നത് ഒരു ഡോക്ടറാണ്. അല്ല ദിവാകര, നിന്റെ രണ്ട് മക്കൾക്ക് എന്താ ജോലി? മോള് നഴ്സാണ്. മകൻ സിവിൽ എഞ്ചിനീയർ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നും പോകും. ഇപ്പൊ കോൺട്രാക്ടുകാരനായി. അല്ല രാഘവ, നിന്റെ മോൾക്ക് ജോലിയൊക്കെ ആയിട്ടാണോ കെട്ടിച്ചു കൊടുത്തത്? അവള് പറഞ്ഞ ജോലി ആയിട്ട് മതി കല്യാണം എന്നാ. അത് കാരണം നല്ലോണം പഠിക്കുന്നുണ്ട്. ചെറുപ്പം തൊട്ടേ പഠിക്കണ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പഠിച്ച ഒരു ചളവറ സ്കൂളിലെ ടീച്ചറാണ്. നിന്റെ മോള് പോയെടുത്ത് അവിടെ സുഖമാണോ? പിന്നല്ലാതെ അവൾക്ക് അവിടെ പരമസുഖ. എൻ്റെ മരുമകൻ എൻ്റെ മകള് പറയുന്നതല്ലാതെ ഒരു കാര്യം ചെയ്യൂല, പ്രവർത്തിക്കൂല. അത്രയ്ക്ക് സുഖാണ് എൻ്റെ മോൾക്ക്. അത്രയും നല്ലൊരു മരുമകനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. വന്നപ്പോട്ട് പറഞ്ഞു വെച്ചിരിക്കായിരുന്നു. അതിന്റെ ഭാര്യ മക്കളൊക്കെ അവിടെ കുറെ നേരമായില്ലോ, കാണാനില്ലല്ലോ. എവിടെ പോയി? ഭാര്യയും മോനും മരുമകളും കൂടിയിട്ട് കുഞ്ഞമ്മയുടെ മകളുടെ കല്യാണത്തിന് പോയി. എൻ്റെ മോൻ 4 പട്ടികളെ മേടിച്ചിട്ടുണ്ട്. നല്ല വില കൂടിയിട്ടുള്ള പട്ടിയാണ്. അതിൻ്റെ പേരെന്താണെന്ന് പോലും എനിക്കറിയില്ല. ഒരു പശുക്കുട്ട എന്ന ഉയരമുണ്ട്. ഈ പട്ടിയിലെ 2 പട്ടി പെറാറായിട്ടാണ് നിൽക്കുന്നത്. ഇതിന്റെ പ്രസവം എടുക്കാൻ എൻ്റെ മോനായതുകൊണ്ട് മുഖസ്തുതി പറയുന്നതല്ല. ഇത്രയും വൃത്തികെട്ട ഒരു പെൺകോന്തൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവൾ എന്തു പറയുന്നു അതല്ലാതെ അവൻ അനുസരിക്കില്ല. അവനോട് മൂത്രം ഒഴിക്കരുത് പറഞ്ഞാൽ മൂത്രം ഒഴിക്കില്ല. അത്രയ്ക്ക് പേടിയാണ് ആ പെണ്ണിന്. ഇങ്ങനെ ഒരു പെൺകോന്തൻ മൂള. നിനക്കൊറ്റ മോളെന്നല്ലേ പറഞ്ഞേ? അപ്പൊ കല്യാണം കഴിഞ്ഞ് പോയപ്പോ നീയും നിന്റെ ഭാര്യയും ഒറ്റയ്ക്കല്ലേ താമസം? ആ കാര്യത്തില് ഞാനും എൻ്റെ ഭാര്യയും ഭാഗ്യന്മാരും. കാരണം എന്താന്ന് വെച്ചാൽ എൻ്റെ മരുമ ഒറ്റ മകനാണ്. അത് കാരണം മരുമകൻ്റെ അച്ഛനും അമ്മയും ഞങ്ങൾ ഒറ്റ വീട്ടിലാണ് താമസം. പരമസുഖം. അത് നന്നായി. ഒരുമയുണ്ടെങ്കിൽ ഒലക്കേമ്പിലും കിടക്കാന്നല്ലേ പ്രമാണം.